ജനം ടി വി ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള കൂടി ചേരുന്നു. പ്രദീപ് പിള്ള, രാജ്യത്ത് വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്ന കട്ടിംഗ് സൗത്ത് പരിപാടിയുമായി ബന്ധപ്പെട്ട് ജനം ടി വിക്കെതിരെ നൽകിയ കേസാണ് ഡൽഹി ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. നമുക്കറിയാം, ജനം ടി വി കാലാകാലങ്ങളായി സ്വീകരിക്കുന്ന നിലപാട് ദേശീയതയിൽ ഊന്നിക്കൊണ്ട് ശക്തമായ ഒരു ഭാരതത്തിനു വേണ്ടി എപ്പോഴും നിലകൊള്ളുന്ന ജനം ടി വിക്ക് ഇത് ഡൽഹി ഹൈക്കോടതി ഈ കേസ് തള്ളിയത് മറ്റൊരു പൊൻതൂവലായി തന്നെ വിശേഷിപ്പിക്കാൻ പാടില്ലേ? തീർച്ചയായിട്ടും രോഹിണി, ഇതൊരു വിജയം എന്നതിനപ്പുറം ഇതൊരു സർട്ടിഫിക്കേഷനാണ്. ഇത് ഒരു സാക്ഷ്യപ്പെടുത്തലാണ്. ജനം ടി വി നിലകൊള്ളുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ആഹ്ലാദത്തിനും അപ്പുറം വളരെ അധികം ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. ഈ ഘട്ടത്തിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നു. ഒന്ന്, ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയെ, ഭാരതത്തിന്റെ നീതിന്യായ സംവിധാനത്തെ ഞാൻ ഈ അവസരത്തിൽ പ്രണമിക്കുന്നു, നമിക്കുന്നു. രണ്ട്, എന്റെ സഹപ്രവർത്തകരെ, ഇതിനു മുമ്പ് സംസാരിച്ചവരടക്കമുള്ള ജനം ടി വിയുടെ ലേഖകന്മാരെ ചുടുചുടുക്കോടെ, ചുണയോടെ, ധൈര്യത്തോടെ, ചങ്കൂറ്റത്തോടെ, ആർജവത്തോടെ രാജ്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾ, രാജ്യവിരുദ്ധ സംഘാടനങ്ങൾ, രാജ്യവിരുദ്ധമായ പ്രചാരണങ്ങൾ, ഇതിനെതിരെ ശക്തമായി പലപ്പോഴും ഒറ്റയ്ക്ക്, പലപ്പോഴും ഒറ്റപ്പെട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന എന്റെ പ്രിയപ്പെട്ട ലേഖകരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ അഭിനന്ദിക്കാനാണ് ആദ്യം ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. രോഹിണിക്കറിയാം, ഒരുപക്ഷെ ഈ പറയുന്നത് മാധ്യമ ഭാഷയല്ലായിരിക്കാം, പക്ഷെ പറയാതെ നിവൃത്തിയില്ല. ഒന്നാമത്തെ കാര്യം, നിലനിൽപ്പിന് വേണ്ടിയും പണത്തിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും എന്തും ചെയ്യാവുന്ന ഒരു ഘട്ടത്തിലൂടെ ഭാരതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് 2047 എന്ന് മാർക്ക് ചെയ്തിട്ട് വികസിത രാഷ്ട്രം ആയി ലോകത്തിന്റെ മുൻപന്തിയിലേക്ക് കുതിക്കും എന്നുള്ള കേവലം പ്രസ്താവനയ്ക്കോ പ്രഖ്യാപനത്തിനോ അവകാശവാദത്തിനോ അപ്പുറം പടിപടിയായി ഓരോ മേഖലയിലും, അത് സാമ്പത്തികം മുതൽ വിദേശ നയത്തിൽ വരെ അത് പ്രകടിപ്പിച്ചുകൊണ്ട് സ്വയം പര്യാപ്ത ഭാരതം എന്നുള്ള ആ ഒരു ആശയത്തെ, അഖണ്ഡ ഭാരതം എന്ന സ്വപ്നത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനം വളരെ ശക്തിയായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ രാജ്യത്തിന് പുറത്തു നിന്നുള്ള ശത്രുക്കൾ ആക്രമിക്കാൻ തക്കം പാർത്ത് നടക്കുമ്പോൾ, നേരായ മണ്ണത്തിൽ ആക്രമിക്കാൻ അവർക്ക് പഴുതില്ല, അല്ലെങ്കിൽ കരുത്തില്ലാതെ വരുമ്പോൾ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന ആക്രമണങ്ങൾ, ഏറ്റവും ഒടുവിൽ പഹൽഗാമിൽ കണ്ടതും, വീണ്ടും അവിടെ നിന്ന് പാഠം പഠിക്കാതെ വീണ്ടും അത്തരം പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുവെന്ന് കരസേനയുടെ വെസ്റ്റേൺ കമാൻഡ് മേധാവി വ്യക്തമാക്കിയ പോലുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ, നമ്മുടെ രാഷ്ട്രത്തെ നയിക്കുന്നവർ തന്നൊരു മുന്നറിയിപ്പുണ്ട്. ഇതിനൊക്കെ കാൾ അപകടകരമാണ്, വളരെ അപകടകരമാണ്. രാജ്യത്തിനുള്ളിൽ നിന്നുള്ള ഛിദ്രശക്തികൾ, രാജ്യത്തിന് പുറത്തുള്ളവർ, ഇവിടെയുള്ള പല നേതാക്കളെയും, ഞാൻ ഒരാളെയും പേരെടുത്ത് പറയുന്നില്ല, പല നേതാക്കളെയും പേരെടുത്ത് പറഞ്ഞ് അഭിനന്ദിക്കാറുണ്ട്, പ്രശംസിക്കാറുണ്ട്. ഈ രാജ്യത്തിനുള്ളിൽ നിന്നുള്ള സഹായം ഇത്തരക്കാർക്ക് ലഭിക്കുന്നുണ്ട്. ഈ തീവ്രവാദ പ്രവർത്തനത്തിൽ പോലും ഇത്തരം സഹായം ലഭിക്കുന്നുണ്ട്. അപ്പോൾ രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കളെ നമുക്കറിയാം, ഇവർ ശത്രുക്കളാണ്, ഇവരേത് നിമിഷവും ആക്രമിക്കും, ഇവരേത് നിമിഷവും നമുക്കെതിരെ നീങ്ങുമെന്നുള്ളത്. പക്ഷെ രാജ്യത്തിനകത്തുള്ള ശത്രുക്കൾ പലപ്പോഴും ഇവർ എവിടെയൊക്കെയാണ് പതുങ്ങിയിരിക്കുന്നത് അറിയില്ല. ഇവർ രാജ്യത്തിന് പുറത്തുപോയി ആരൊക്കെയായിട്ടാണ് കൂടിക്കാഴ്ച നടത്തുന്നതെന്ന് അറിയില്ല. അല്പം മുമ്പ് ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ ജോർജ് സോറോസിനെ പോലെ കോടികൾ വാരി വിതറി വിഘടന പ്രവർത്തനത്തിനായി ഫണ്ട് വിതറുന്നവരുടെ ഫണ്ട് കൈപ്പറ്റി, ആ പണം കൈപ്പറ്റിക്കൊണ്ട് കേവലം ചോറ്റുപട്ടാളത്തെ പോലെ ഭീകര പ്രവർത്തനം നടത്തുന്നവരും ഇവരും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇത് ആശയപരമായ ഭീകര പ്രവർത്തനമല്ലേ? ഇത് മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ നടത്തുന്ന ഭീകര പ്രവർത്തനമല്ലേ? ഇത് കൺവെൻഷൻ എന്നുള്ള പേരിൽ നടത്തുന്ന ഭീകര പ്രവർത്തനമല്ലേ? ഭാരതം അഖണ്ഡമാവണം, ഭാരതത്തെ ഭാരതമാക്കാൻ നമ്മുടെ നേതൃത്വം പരിശ്രമിക്കുമ്പോൾ അതിനെ വെട്ടിമുറിക്കുക എന്നുള്ള ആശയം ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ട്, കട്ടിംഗ് സൗത്ത് എന്ന് പ്രയോഗിച്ചുകൊണ്ട്, വെട്ടിമുറിക്കുക എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് മറ്റൊരു തരത്തിലും പ്രസക്തിയില്ലാത്ത പ്രസ്ഥാനങ്ങൾ, ജനപിന്തുണ പാടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഏതെങ്കിലും മുക്കിലോ മൂലയിലോ തൽക്കാലം കടിച്ചു തൂങ്ങുന്ന പ്രസ്ഥാനങ്ങൾ ഒരുമിക്കുകയാണ്, കൈകോർക്കുകയാണ്. അവർക്ക് പ്രത്യയശാസ്ത്രം പ്രശ്നമല്ല, ആശയ സംഘടന പ്രശ്നമല്ല, അവർക്ക് അധികാരവും പണവുമാണ് പ്രശ്നം, പിന്നെ നിലനിൽപ്പും അവരുടെയും കുടുംബത്തിന്റെയും. നോക്കൂ, തമിഴ്നാട്ടിൽ കാണുന്ന കുടുംബ വാഴ്ചയുടെ നേതാവല്ലേ ഇതിന് മുൻകൈയെടുത്ത് നിന്നത്? കേരളത്തിൽ അതുപോലെ തന്നെ കൈയുയർത്തി നിൽക്കുന്നു. കാര്യം കേരളത്തിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും നിലനിൽപ്പും പ്രസക്തിയും നഷ്ടപ്പെട്ട പ്രസ്ഥാനങ്ങൾ ഒരുമിച്ചുകൊണ്ട് അവസാനത്തെ അടവെന്നുള്ള നിലയിൽ രാജ്യവിരുദ്ധ ശക്തികളുടെ, ഭാരതത്തിന്റെ ശത്രുക്കളുടെ കയ്യിൽ ചട്ടുകമാവുന്നു, അതിന് പണം കൈപ്പറ്റുന്നു.
തീർന്നിട്ടില്ല രോഹിണി, റിപ്പോർട്ടിംഗ് തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ കണ്ടതൊരു ഭാഗം മാത്രമാണ്. ഏജൻസികൾ അന്വേഷിക്കുകയാണ് ഫണ്ട് എവിടൊക്കെ ആർക്കൊക്കെ വന്നു, എത്ര ഫണ്ട് വന്നു, ആർക്കൊക്കെ കിട്ടി, ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. ഇതും തുടർന്നും റിപ്പോർട്ട് ചെയ്യും. രാഷ്ട്രത്തിനെതിരായ, ഭാരതത്തിനെതിരായ, ഭാരതീയർക്കെതിരായ ഏത് മൂവ്മെന്റും, ഏത് പ്രസ്ഥാനവും, ഏത് നീക്കവും ഇനിയും ചങ്കൂറ്റത്തോടെ തന്നെ നമ്മുടെ ടീം റിപ്പോർട്ട് ചെയ്യും. ജനം TV ആ പാതയിലൂടെ ദ നേഷൻ ഫസ്റ്റ് എന്ന, നേഷൻസ് വോയിസ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ജനം TV മുന്നോട്ട് തന്നെയാണ്. രോഹിണി. അതെ, വളരെ നന്ദി പ്രദീപ് പിള്ള പ്രതികരിച്ചതിന്. ഗൗതമിലേക്ക് വീണ്ടും പോവുകയാണ്. ഗൗതം, ജനം TV അതിന്റെ ദൗത്യം തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള സൂചിപ്പിച്ചത്. അതായത് എവിടെ ഭീകരവാദം കാണുന്നു, എവിടെ വിഘടനവാദം കാണുന്നു, അതിനെതിരെ ശക്തമായി തന്നെ ജനം TV നിലപാടുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് കട്ടിംഗ് സൗത്ത് എന്ന ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിലൂടെ ഭീകരപ്രവർത്തനം തന്നെയാണ് ഇവർ ലക്ഷ്യം വെച്ചത്. അതിലേക്ക് ഒഴുകിയെത്തിയ പണം, ഇതിൽ ഉൾപ്പെട്ട ആൾക്കാർ, ഇവരെല്ലാം സംശയമുനയിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് തുറന്നു കാട്ടുകയാണ് മാധ്യമധർമ്മം എന്നുള്ള രീതിയിൽ ജനം TV മുന്നോട്ട് വച്ചത്. അതിൽ വിജയിച്ചിരിക്കുന്നു. എന്തായാലും ഇവരുടെ ഈ നീക്കങ്ങൾ ഇനിയും സശ്രദ്ധം നമ്മൾ വീക്ഷിക്കും. തുടർന്നും ഇത്തരം വിഘടനവാദങ്ങൾക്കെതിരെ, ഭീകരവാദങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാടുമായി ജനം TV മുന്നോട്ട് പോകും എന്നുള്ളൊരു സന്ദേശം കൂടിയല്ലേ നമ്മൾ ഇനിയും തുടരെ തുടരെ നൽകുക. അത് തന്നെയാണ് രോഹിണി. അതായത് ജനം TVയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയൊരു ദൗത്യം നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. കാരണം ഒരുപക്ഷെ ദേശീയ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ദേശീയ മുഖ്യധാരയോട് ചേർന്ന് നിൽക്കുന്നതായ നിരവധി മാധ്യമങ്ങളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ, രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ധാരാളം മാധ്യമ സ്ഥാപനങ്ങൾ ദേശീയ തലത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. പക്ഷേ കേരളത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ജന്മഭൂമി പോലെ, അതല്ലെങ്കിൽ കേസരി പോലെയൊക്കെയുള്ള നമുക്ക് ഈ വിരലുകളിൽ എണ്ണാൻ കഴിയുന്നതായ ചുരുക്കം മാധ്യമ സ്ഥാപനങ്ങൾ മാത്രമാണ് രാഷ്ട്ര താല്പര്യം മുൻനിർത്തി പ്രവർത്തിക്കുന്നത്. ബാക്കിയുള്ള മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂറ് പലപ്പോഴും ദേശവിരുദ്ധ സ്വഭാവമുള്ള ആളുകളോടാണ് എന്നത് പ്രത്യേകിച്ച് നമ്മൾ ഈ തുടർച്ചയായി പറയേണ്ട ആവശ്യമില്ല. അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഇക്കാര്യങ്ങളെ പറ്റിയൊക്കെ നല്ല ധാരണയുള്ളതാണ്. അതിനാൽ തന്നെ ഇത്തരം ദേശീയ വിഷയങ്ങൾ കേരളത്തിൽ കൈകാര്യം ചെയ്യുന്ന ഏക മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ സ്വാഭാവികമായും നമ്മൾ ആ ദൗത്യം ഏറ്റെടുത്ത് തുടരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ കട്ടിംഗ് സൗത്ത് എന്ന ഈ വലിയ ദോഷമുണ്ടാക്കാൻ പോകുന്ന, അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ പല കഷ്ണമായി വിഭജിക്കുവാൻ ശ്രമിക്കുന്ന, കേരളം ഉൾപ്പെടുന്ന പ്രദേശത്തെ ഈ രാജ്യത്ത് നിന്നും വെട്ടിമാറ്റുവാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു പ്രചരണം, അതും മാധ്യമപ്രവർത്തകരെന്ന് അവകാശപ്പെടുന്നവരുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, സാംസ്കാരിക നായകരെന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ഈ മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ജനം TVയെ സംബന്ധിച്ചിടത്തോളം വലിയ ദൗത്യം നമുക്ക് മുന്നിലുണ്ട്. അതിനാൽ കട്ടിംഗ് സൗത്തുമായി ബന്ധപ്പെട്ട് ജനത്തിനെതിരെ കേസ് ഇപ്പോൾ ധന്യ രാജേന്ദ്രൻ ഡൽഹി ഹൈക്കോടതിയിലാണ് നൽകിയതെങ്കിൽ, നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ ഇനി അവർക്ക് വേണമെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാം, അല്ലെങ്കിൽ നിയമ പോരാട്ടങ്ങൾ തുടരാം. പക്ഷേ എന്ത് വന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ദേശവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം ജനം TVയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ 10 വർഷക്കാലം, ഒരു പതിറ്റാണ്ട് കാലം കേരളത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇതുതന്നെയാണ്. അതിനാൽ ദേശീയതയിൽ, രാഷ്ട്രവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവുമായി നമ്മുടെ യാത്ര തുടരും. ഇത് മാത്രമാണ് ഈ ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. രോഹിണി. ശരി ഗൗതം. രാജ്യത്ത് വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്ന കട്ടിംഗ് സൗത്ത് പരിപാടിയുമായി ബന്ധപ്പെട്ട് ജനം TVക്കെതിരെ നൽകിയ കേസ് ഡൽഹി ഹൈക്കോടതി തള്ളി. മാധ്യമപ്രവർത്തക ധന്യ രാജേന്ദ്രൻ നൽകിയ കേസാണ് കോടതി തള്ളിയത്. കട്ടിംഗ് സൗത്ത് ക്യാമ്പയിനിൽ ധന്യ ഉൾപ്പെടെയുള്ളവരുടെ ബന്ധം വ്യക്തമാക്കുന്നതായിരുന്നു ജനം TV വാർത്ത. ധന്യ നൽകിയ മാനനഷ്ട കേസ് നിലനിൽക്കില്ലെന്ന് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കി.